മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കുലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. സാദൃശ്യവാക്യം 24-ാം 12 ഒരിക്കൽ ഒരാൾ കടൽ തീരത്തു കൂടി നടക്കുമ്പോൾ തനിക്ക് മുമ്പായി നടന്നു നീങ്ങുന്ന ഒരു ബാലനെ ശ്രദ്ധിച്ചു. അവൻ കൂടെ കൂടെ കുനിയുന്നതും നിലത്തു നിന്നും എന്തോ എടുത്ത് കടലേക്ക് എറിയുന്നതും അയാൾ ജിജ്ഞാസ ഉളവാക്കി. തിരയിൽപ്പെട്ട് കരയ്ക്കടിയുന്ന നക്ഷത്ര മത്സ്യങ്ങളെ രക്ഷിക്കുവാൻ അവൻ അവയെ കടലിലേക്ക് തിരികെ നിക്ഷേപിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ്റെ പ്രവൃത്തി കണ്ട് മനസ്സിൽ പുച്ഛം തോന്നിയ അയാൾ അവനോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? സാർ, മരണപ്രാളം കാട്ടുന്ന ഈ നക്ഷത്ര മത്സ്യങ്ങളെ രക്ഷിക്കുവാനായി ഞാൻ ശ്രമിക്കുകയാണ്, അവൻ മറുപടി പറഞ്ഞു. ആയിരക്കണക്കിന് മൈലുകൾ നീളമുള്ള ഈ കടൽ തീരത്ത് എണ്ണമറ്റ നക്ഷത്ര മത്സ്യങ്ങൾ എല്ലാ ദിവസവും ചാകുന്നു. അവയിൽ ചിലതിനെ നീ രക്ഷിക്കുന്നത് ഒരു പാഴ്വേലയല്ലേ? അയാൾ തിരക്കി. അതിന് മറുപടി പറയാതെ പ്രാണന് വേണ്ടി പിടയുന്ന ഒരു നക്ഷത്ര മത്സ്യത്തെ വാത്സല്യപൂർവ്വം കയ്യിലെടുത്ത് അവൻ കടയിലേക്ക് എറിഞ്ഞു കളയുന്നതാണ് കണ്ടത്. അതിനുശേഷം ആ മനുഷ്യൻ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിലെ കടൽത്തീരങ്ങളിലെല്ലാം ചത്തുകൊണ്ടിരിക്കുന്ന നക്ഷത്ര മത്സ്യങ്ങളെ എനിക്ക് രക്ഷിക്കാനാവില്ല. പക്ഷേ തീർച്ചയായും ചില നക്ഷത്ര മത്സ്യങ്ങളെ എനിക്ക് രക്ഷിക്കുവാൻ സാധിക്കും. മരണത്തിൽ നിന്നുള്ള ജീവനിലേക്കുള്ള മാറ്റം. ഇന്ത്യൻ ജനസംഖ്യ ഏകദേശം 150 കോടിയോട് അടുക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ലോക ജനസംഖ്യയും വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും എത്ര ആത്മാക്കളാണ് ദൈവത്തെ കൂടാതെ നരകത്തിലേക്ക് പോകുന്നത്? ആത്മാക്കളെ മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും നിരന്തരം പ്രവർത്തിക്കുന്ന സാത്താൻ ദിനംതോറും ആയിരങ്ങളെ നരകത്തിൽ എത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഇന്ത്യയിലെ ആത്മാക്കളുടെ കാവൽക്കാരായിരിക്കുന്ന നാം നിഷ്ക്രിയരായിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. വായനാഭാഗത്ത് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്ത്യയിലെ ഓരോ സത്യക്രിസ്ത്യാനിയും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഒരുപക്ഷെ എല്ലാവരെയും നമുക്ക് രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയില്ലെങ്കിലും ചിലരെയെങ്കിലും ഈ രീതിയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. യേശു കർത്താവ് പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴിഞ്ഞവരും ചിന്നേരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞതായി 12 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. പെരുകുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും നമ്മെ ഭയപ്പെടുത്തുന്നു. യുവജനങ്ങളെ അനേകർ ലഹരിക്കടിമയായി അക്രമാരികളാവുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു. ലോകം വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിനിടയിൽ പലരും തങ്ങളുടെ ജീവിതം തന്നെ നഷ്ടമാക്കുന്നു. നയിച്ചു പോകുന്ന ഈ ലോകത്തിന് നമുക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഈ ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടം അവസാനിപ്പിച്ചിട്ട് ഇനിയെങ്കിലും നമുക്ക് ഉണർന്ന് ആത്മഭാരത്തോടുകൂടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാം. ദൈവസ്നേഹത്തിൻ്റെ വ്യക്താക്കളായി തീരുമ്പോൾ ചില ജീവിതങ്ങളെങ്കിലും സ്വർഗത്തിൻ്റെ അവകാശികളായി തീരും. ദൈവം നമ്മെ രക്ഷിച്ചതും നമ്മെ വീണ്ടെടുത്തതും ആ സാക്ഷ്യത്തിന് നാം മുന്നേറുവാനായിട്ടാണ്. ദൈവകൃപയിൽ ശരണപ്പെട്ട് കർത്താവിനെ അറിയിക്കുന്നതിൽ, നാശത്തിലേക്ക് പോകുന്നവരെ തിരികെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നതിൽ നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയും പ്രവൃത്തിയും അനിവാര്യമാണ്.